കോതമംഗലത്ത് ലവ് ജിഹാദിനിരയായി 23കാരി ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ ആൺസുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കും. പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് റമീസാണ് എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പെൺകുട്ടിയുമായി റമീസ് തർക്കമുണ്ടാക്കിയതിന്റെ തെളിവുകൾ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. റമീസിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം NIA അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞത് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പുറകിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കൊരു അന്വേഷണത്തിനുണ്ട്. സംശയമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളും സമ്മതിച്ചത്. ആവശ്യപ്പെട്ട് അവരും അന്വേഷിക്കുന്നുണ്ട്. മൊഴിയെടുത്തപ്പോൾ മതം മാറുന്ന കേസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അവരത് കറക്റ്റായിട്ട് എഴുതിക്കൊണ്ടും പോകുന്നുണ്ട്. മൊഴി കറക്റ്റായിട്ട് തന്നെ എഴുതുന്നു. ഇതിന് പുറകിൽ മാത്രമല്ല, ഇതേമാതിരി വേറെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നും കൂടെ അറിയാലോ. ചിലപ്പോൾ ഇവർ തന്നെ ഇതിനു മുമ്പ് എന്തെങ്കിലും ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, NIA അന്വേഷണം ആവശ്യപ്പെടുകയാണ് ആ കുടുംബം. എന്തൊക്കെയാണ് ആ കുടുംബത്തിന്റെ മറ്റാവശ്യങ്ങൾ? അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും NIAയുടെ അന്വേഷണം വേണമെന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഇവർ ഇതിന്റെ കത്ത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും നൽകാനുള്ള കത്ത് തയ്യാറാക്കിയിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടെങ്കിൽ അത് അയക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് തന്നെ ആ ഒരു കത്ത് NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് മുഖ്യമന്ത്രിക്ക് അയക്കുമെന്നുള്ളതാണ് പെൺകുട്ടിയുടെ സഹോദരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഈ കത്തിൽ പറയുന്നത് തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ മത തീവ്രവാദ സംഘടനകളുടെ ബന്ധം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ ചതിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ തന്നെ അന്വേഷണം ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് NIA അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഈ കോതമംഗലത്ത് മരിച്ച പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട റമീസ് ഈ ഇത്തരത്തിലുള്ള സംഘടനകളിൽ ബന്ധപ്പെട്ട ആളാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടത്തണം. ഈ റമീസും കുടുംബവും ഇത്തരത്തിൽ വേറെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് വ്യക്തത വരുത്തണം. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ ദേശ സുരക്ഷ വേണം എന്നുള്ള ആവശ്യമുള്ളത് പ്രധാനമായും ദേശീയ സുരക്ഷാ ഏജൻസി കേസ് അന്വേഷിക്കണമെന്നുള്ളതാണ് കുടുംബം മുമ്പോട്ട് വയ്ക്കുന്ന ഒരാവശ്യം. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. കസ്റ്റഡിയിലെടുത്ത് ഇവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഇവർ അറസ്റ്റ് രേഖപ്പെടുത്തും. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് റമീസ് ആണെന്നാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് നിലവിൽ പോലീസ് എത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഇവരുടെ ചാറ്റിൽ നിന്ന് റമീസ് പെൺകുട്ടിയെ പല കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെയും ഈ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള തെളിവുകളെല്ലാം തന്നെ നിലവിൽ ഇവർ തമ്മിലുള്ള ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ളത് ഈ മാതാപിതാക്കളെ ചോദ്യം ചെയ്ത ശേഷം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇന്നലെ തന്നെ പോലീസ് റമീസിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. അതിൽ ഇന്ന് വിധി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ റമീസിനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്ത ശേഷം ആലുവയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ശരി സുബിൻ തോമസ്, എന്തായാലും ലവ് ജിഹാദിന് ഇരയായി കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആ പെൺകുട്ടിയുടെ മരണത്തിൽ ആ കുടുംബം NIA അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്. അതിന് കൃത്യമായ നടപടി പോലീസ് സംവിധാനത്തിൽ നിന്ന് വേണം എന്നാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത്. സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. കോതമംഗലത്ത് TTC വിദ്യാർത്ഥി 23കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമം നടത്തുകയാണ്. കോതമംഗലം പോലീസ് അമ്മയുടെ പരാതി സ്വീകരിച്ചില്ല. ഇനി പരാതി വേണ്ട എന്ന് പോലീസുകാർ പറഞ്ഞതായി സഹോദരനും പറഞ്ഞു. മതമാറ്റം ശ്രമിച്ചെന്ന അമ്മയുടെയും സഹോദരന്റെയും മൊഴി പ്രകാരം FIR എടുത്തിട്ടില്ല. അകന്ന ബന്ധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത്. FIRന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് രാജീവ് ചന്ദ്രശേഖർ